ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസമേ നമ്മുടെ മിനി ബേബി ചേച്ചി ചോദിച്ചായിരുന്നു നിങ്ങൾ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായി. പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്നെ പോലെ ഒരാൾക്ക്, അതായത് രാവിലെ 7-8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് രാത്രി 7-8 മണിയാകുമ്പോൾ തിരിച്ചു വരുന്ന ആൾക്ക് വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ നനയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് രാത്രിയാണെങ്കിലും ചെയ്യാം. പക്ഷെ കൃത്യസമയത്ത് കൊടുക്കേണ്ടുന്ന നന എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള പരീക്ഷണത്തിലായിരുന്നു ഇതുവരെ. ആദ്യം ഞാനിതിന് നോർമൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വെച്ച് നോക്കി. പക്ഷെ അത് തുള്ളിയായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വീഴുന്നതുകൊണ്ട് ചട്ടിയിൽ എല്ലായിടത്തും നനയെത്തുന്നില്ല, കുഞ്ഞു കുഞ്ഞു തൈകൾ കരിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ആലോചിച്ച് നടപ്പാക്കിയൊരു സംവിധാനമാണിത്. നമ്മുടെ ചട്ടിക്ക് അനുസൃതമായിട്ട് മറ്റു റിപ്പറും കാര്യങ്ങളും എല്ലാം ഊരിക്കളഞ്ഞിട്ട് ആ പൈപ്പിൽ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ സൂചി കൊണ്ട് കുഞ്ഞു ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നിയന്ത്രിതമായ രീതിയിൽ വെള്ളം വിടുമ്പോൾ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് എത്തും. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. അതിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഇലക്ട്രിക് ആയിട്ടുള്ള സോളിനോയിഡ് വാൽവും അതിനെ പ്രവർത്തിക്കാൻ ഒരു വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന സോക്കറ്റും ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് എല്ലാവരെയും വീഡിയോ ആയിട്ട് അറിയിക്കാം. നമുക്ക് ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പൈപ്പൊക്കെ പോയിട്ട് നേരെ ചെല്ലുക, എന്നിട്ട് ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട് അവിടെ, അതൊക്കെ പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാണാം. ഇവിടെ ഈ വാട്ടർ ഫിൽറ്റർ വഴി കരടൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് സോളിനോയിഡ് വാൽവിലേക്ക് വന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന പ്ലഗിലേക്ക് പോവുക എന്നുള്ളതാണ് സിസ്റ്റം. ഇതൊക്കെ പിന്നെ പറയാം. ബൈ ബൈ.